നമ്മള് ഇന്നലെ നടന്ന അയ്യപ്പ സംഗമ നാടകം കേരളം വളരെ ഗൗരവത്തില് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ച് നമുക്ക് പ്രത്യേകിച്ച് കേരളീയർക്കറിയാം. കേരളത്തിലെ പൊതുസമൂഹം, പ്രത്യേകിച്ചും കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹം ഉൾപ്പെടെയുള്ള എല്ലാവരും വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടി കാണുന്നവരാണ് ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാർ. നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ പുറപ്പെടുന്ന അയ്യപ്പ സംഘത്തിന് പ്രാദേശികമായിട്ടുള്ള യാത്രയപ്പുകളും സപ്പോർട്ടുകളും എല്ലാ മതസ്ഥരും, പ്രത്യേകിച്ച് മലബാറും മലപ്പുറമൊക്കെ പരിശോധിക്കുമ്പം മുസ്ലിം സമുദായത്തിന്റെയൊക്കെ വലിയ ആശീർവാദത്തോടും പിന്തുണയോടുകൂടി തന്നെയാണ് അയ്യപ്പന്മാര് ഇവിടെ നിന്ന് ശബരിമലയിലേക്ക് പുറപ്പെടാറുള്ളത്. ഇത് ഈ നാടിന്റെ ഒരു പ്രത്യേകതയാണ്. ആ ഒരു കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഈ നാട്ടിലെ ഏറ്റവും വലിയ ഒരു വർഗീയത ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയത്തെ മുതലെടുക്കാൻ മുഖ്യമന്ത്രിയും ഗവൺമെന്റും നടത്തിയ വളരെ മോശപ്പെട്ട ഒരു സാഹചര്യമാണ് ഇന്നലെ അവിടെ ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഈ ശബരിമല വിഷയത്തിൽ CPM-ന്റെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെയും നിലപാട് 3-4 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്. സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയ ഒരു വിധി, ആ വിധി തന്നെ അങ്ങേയറ്റം കഷ്ടപ്പെട്ട് വലിയ കോടികൾ വക്കീൽമാർക്ക് ചെലവഴിച്ചാണ് കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു വിധി വാങ്ങി വരുന്നത്. ആ വിധി വാങ്ങി വന്നുകൊണ്ട് കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ എന്നല്ല, ലോകത്തിലെ തന്നെ സകലമാന അയ്യപ്പ വിശ്വാസികളുടെയും വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് അവർക്ക് വലിയ മനപ്രയാസമുണ്ടാക്കിക്കൊണ്ട് സ്ത്രീകളുടെ സാന്നിധ്യം ശബരിമലയിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെന്റ് നടത്തിയ വ്യായാമം നമ്മൾ കണ്ടതാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും ബഹുസ്വര സമൂഹം ഒന്നടങ്കം അതിനെ എതിർക്കപ്പെട്ടു. അവരുദ്ദേശിച്ചതൊന്നും നടന്നില്ല. 65,000-ഓളം പോലീസിനെ ഇതിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ടു. ആയിരക്കണക്കിന് ശബരിമല ഭക്തന്മാർക്ക് അവർ നടത്തിയ പ്രതിഷേധത്തിന്റെ പേരിൽ ആയിരക്കണക്കിന് ആളുകളുടെ പേരിൽ കേസുകൾ എടുക്കപ്പെട്ടു. ആ കേസുകളെ കുറിച്ച് ഗവൺമെന്റ് ഒന്നും മിണ്ടുന്നില്ല. ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്ങിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അപ്പോ ഒരു നിലക്കും അയ്യപ്പനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത ഒരു സംഘം ആളുകളാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്നതാണ് ഇതിലെ ആദ്യത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, ഇതൊരു ബഹുസ്വര സമൂഹം വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു ക്ഷേത്രവും അവിടുത്തെ ആചാരങ്ങളും അവിടെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു സാമൂഹിക കാര്യങ്ങളും ഒക്കെ കേരളത്തിലെ ഇന്ന് അറിയപ്പെടുന്ന, ഞാനൊരു വർഗീയവാദിയാണ് എന്ന് പറഞ്ഞ് വർഗീയവാദത്തിന്റെ നെറ്റിപ്പട്ടം കെട്ടിയ ഒരു വ്യക്തിയെ കാറിൽ കയറ്റിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ സദസ്സിലേക്ക് വന്നത്. അവിടെ തുടങ്ങുകയാണിത്. അവിടെ കൊണ്ടത് അവസാനിച്ചില്ല. നമുക്കറിയാം, ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വർഗീയവാദിയായ, ഫാസിസ്റ്റായ ഒരു മുഖ്യമന്ത്രിയാണ് അജിത് യോഗി എന്ന കാര്യത്തിന് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾക്കൊരു സംശയമുണ്ട്. അതിലേക്ക് നിരവധിയായ മുഖ്യമന്ത്രിമാർ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. നമുക്കറിയാം, കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാമിമാര് വരുന്നത് കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നാണ്, തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിക്ക് കാര്യം മനസ്സിലായതോടുകൂടി സ്റ്റാലിൻ സ്കിപ്പ് ചെയ്തു, ഏതൊരു മന്ത്രിയെ അയച്ചു കൊടുത്തു. എന്തുകൊണ്ടാണ് കർണാടക മുഖ്യമന്ത്രിയെ വിളിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ആന്ധ്ര മുഖ്യമന്ത്രിയെ വിളിക്കാതിരുന്നത്? അവർ BJP-യുടെ എതിർചേരിയിലുള്ള മുഖ്യമന്ത്രിമാരാണ്. അപ്പൊ BJP-ക്ക് ഈ പറയുന്ന മോദിയേക്കാൾ തീവ്രവാദം തുപ്പുന്ന, കേരളത്തിൽ നിന്ന് ഏകദേശം 3000-ഓളം കിലോമീറ്റർ അകലെയുള്ള യോഗിയെ തന്നെ ഇവിടെ കൊണ്ടുവരാൻ എന്തുകൊണ്ട് ശ്രമിച്ചു? എന്താണ് അതിന്റെ പിന്നിലെ ഉദ്ദേശം? ഉദ്ദേശം വളരെ കറക്റ്റാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഇതിലെ രാഷ്ട്രീയമായിട്ട് CPM-നെ സംബന്ധിച്ച് വലിയ തകർച്ചയിലാണ്. കേരളത്തിലെ പൊതുസമൂഹം ഈ ഗവൺമെന്റിനെതിരാണ്. ഓരോ ഘട്ടങ്ങളിലും കഴിഞ്ഞ ഒരു മാസമായി ചർച്ച ചെയ്തിരുന്ന പോലീസ് വിഷയങ്ങള്, അതിപ്പം മൂടിവെക്കാൻ ഒരു സാഹചര്യം കൂടി ഈ വഴി അവരൊരുക്കുകയാണ്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു പോകുന്ന കേരളം ആ തെരഞ്ഞെടുപ്പിൽ അമ്പെ പരാജയപ്പെടും എന്ന് പരിപൂർണമായും മനസ്സിലാക്കിയ മുഖ്യമന്ത്രി തന്നെയാണ് വർഗീയമായിട്ട് ഇതിനെ വിഭജിക്കാനുള്ള ശ്രമം നടക്കുന്നത്.
ശബരിമല എന്ന് പറയുന്നത് ഒരു മതസൗഹാർദ്ദത്തിന്റെ കേളി കേന്ദ്രമാണ്. നമുക്കറിയാം, ഹൈന്ദവ സമുദായം മാത്രമല്ല, മറ്റു വ്യത്യസ്ത സമുദായങ്ങളിൽ നിന്നുപോലും അയ്യപ്പന്മാർ പങ്കെടുക്കുന്ന, പ്രാർത്ഥിക്കാൻ പോകുന്ന, അയ്യപ്പനെ കാണാൻ പോകുന്ന, അയ്യപ്പനെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരം കേരളത്തിലുണ്ട്. അവിടെയാണ് ഈ പറയുന്ന അത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ സമുദായത്തിന്റെ സപ്പോർട്ട് വാങ്ങണം. അതിനെന്ത് മാർഗം? അതിനുള്ള ഏറ്റവും മ്ലേച്ഛമായ നീക്കമാണ് നടന്നത്. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ഈ വർഗീയത വിലപ്പോകില്ല എന്ന് ഇന്നലത്തെ അയ്യപ്പ സംഗമം ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. 3500 കസാരയായിരുന്നു ഇട്ടിരുന്നത്. നമ്മളൊക്കെ കണ്ടതാണ്. ആ ഉദ്ഘാടന സമയത്ത് കുറച്ച് ആളുകളുണ്ട്. ആ ആളുകളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട, ദേവസ്വവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാര്, ആ ജില്ലയിലെ മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാര്, തൊട്ടടുത്ത ജില്ലയിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാര്, SNDPയുടെ കേരളത്തിലെ ആകെയുള്ള നേതാക്കന്മാര്, ഇവരെയെല്ലാം തട്ടിക്കൂട്ടിയിട്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു പരാജയത്തിലേക്ക് ഇത് പോയത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിന്റെ ആദ്യത്തെ തെളിവാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂരിൽ വന്നിട്ട് മലപ്പുറം വേറൊരു രാജ്യമാണെന്നും ഇവിടെ ഹൈന്ദവ സമുദായത്തിന് ജീവിക്കാൻ കഴിയില്ലെന്നും ഇവിടെ ഓക്സിജൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നടത്തിയ വലിയ വർഗീയമായിട്ടുള്ള പ്രചരണം നമ്മൾ കണ്ടതാണ്. എന്താ റിസൾട്ട്? സാധാരണഗതിയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 18,000 20,000 വോട്ട് BJPക്ക് നിലമ്പൂരിൽ കിട്ടാറുണ്ട്. നിയമസഭയിൽ 12,000 തൊട്ട് 14,000 വരെ കിട്ടാറുണ്ട്. ഇത് 6,000ത്തിലേക്ക് കൂപ്പുകുത്തി. അതാണ് കേരളം, അതാണ് നിലമ്പൂര്, അതാണ് മലബാർ. അത് തന്നെയാണ് ഒരു ഭരണകക്ഷി അവരുടെ എല്ലാ ശക്തികളും ഉപയോഗിച്ച് സുപ്രീം കോടതിയിൽ വരെ പോയി ഓർഡർ വാങ്ങി വന്ന് നടത്തിയ ഒരു പരിപാടി. ഉദ്ഘാടന സെഷൻ കഴിയുന്നതോടുകൂടി ആളുകൾ പൊഴിഞ്ഞുപോയി, ഭക്ഷണങ്ങൾ ബാക്കിയായി, ബ്രേക്ക്ഫാസ്റ്റ് ഭക്ഷണം ബാക്കി, ഉച്ചഭക്ഷണം ബാക്കി. നിങ്ങളൊക്കെ വാർത്ത കൊടുത്തവരാണല്ലോ. എന്തുകൊണ്ടാണ് ഒരു 3000 ആളെ പോലും തികക്കാൻ കഴിയാതിരുന്നത്? ഒരു മണിക്കൂർ കഴിയുമ്പം ആ സദസ്സിൽ 500 ആളിൽ താഴെയാണുള്ളത്. ഈ ഒരു അവസ്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വരുന്നത് എന്തുകൊണ്ട് എന്ന് ഇനിയെങ്കിലും ആ പാർട്ടിയുടെ ലീഡർഷിപ്പ് തിരിച്ചറിയണം. സഖാക്കളിലെ വലിയൊരു വിഭാഗത്തിന് ഇത് മനസ്സിലായിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കി നിർത്തുകയാണ്. വെള്ളാപ്പള്ളി നടേശനെ അതിനായിട്ട് ബ്രാൻഡ് അംബാസഡറായിട്ട് മുഖ്യമന്ത്രി ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ മുസ്ലിം സമുദായത്തെ കുറിച്ചാണ് വിദ്വേഷം പറഞ്ഞിരുന്നെങ്കിൽ അടുത്ത ഘട്ടത്തിൽ ക്രൈസ്തവ സമുദായത്തെയാണ് അദ്ദേഹം അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം എങ്ങോട്ടേക്കാണ് കേരളത്തെ ഈ വഴിക്ക് ഇവർ ഇത് കൊണ്ടുപോകുന്നത്? അപ്പം യോഗി ആദിത്യനാഥിനെ പങ്കെടുപ്പിക്കാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിന്റെ മുമ്പ് ഇങ്ങനെ ഒരു കത്ത് CPM-ന് 1 കൊല്ലം മുമ്പാണ്, അല്ലെങ്കിൽ 2 വർഷം മുമ്പാണ് ഇങ്ങനെ യോഗിയിൽ നിന്ന് ഒരു ആശംസാ കത്ത് കിട്ടുന്നെങ്കിൽ വെക്കാനാണ് CPM ശ്രമിക്കുക. ആ പാവഭാരം CPM ഏറ്റെടുക്കാറില്ല. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ എന്താ ചെയ്തത്? അത് കൊട്ടിഘോഷിക്കുകയാണ്, അവിടെ അത് വായിക്കുകയാണ്. എന്നാൽ BJP ഇതിനെതിരാണ് എന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ അവര് വേറെ അയ്യപ്പ സംഗമം നടത്തുന്നു, ഇപ്പൊ പന്തളത്ത് വേറെ സംഗമം നടത്താൻ പോകുന്നു. അപ്പം എന്താണ് ഇതിന്റെ നാടകം? ആളുകൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു ഭാഗത്ത് അച്ഛൻ ഇപ്പുറം നിൽക്കുന്നു, മറുഭാഗത്ത് BDJSന്റെ ചെയർമാൻ മകൻ അപ്പുറത്തു നിന്ന് നടത്തുന്നു. അപ്പൊ ആകെ കൂടെ വർഗീയ വിഷലിപ്തമാക്കുന്ന കേരളത്തിലെ ഈ എന്താ പറയാ മതേതര സമൂഹത്തെ ഛിന്ന ഭിന്നമാക്കുകയാണ്. രാഷ്ട്രീയമായിട്ട് ഒരു വോട്ടും അവർക്ക് ലഭ്യമാകില്ല എന്ന് മനസ്സിലാകുമ്പോൾ വർഗീയത കൊണ്ട് മാത്രമേ പിണറായിക്ക് വരാൻ കഴിയൂ. ഇന്നലെ നടന്ന ആ സംഗമം വളരെ കൃത്യമല്ലേ? എന്താ വെള്ളാപ്പള്ളി പറഞ്ഞത്? 3ാമതും ഇവിടെ പിണറായി മുഖ്യമന്ത്രിയാവണം, 3ാമതും പിണറായി കേരളത്തിലെ മുഖ്യമന്ത്രിയാവണം. അദ്ദേഹത്തെ പോലെ ഒരാൾ ഇനി മുഖ്യമന്ത്രിയാകാൻ വേറൊരാള് കേരളത്തിലില്ല എന്ന് വെള്ളാപ്പള്ളി ഈ അയ്യപ്പ സംഗമത്തിലാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഇത് രാഷ്ട്രീയല്ലേ? ഇന്നലെ വന്ന കണക്ക് 8 കോടി രൂപ ചെലവഴിച്ചെന്ന ഈ പാവപ്പെട്ട അയ്യപ്പ ഭക്തന്മാര് ആ ശബരിമലയിലേക്ക് കൊടുക്കുന്ന ദക്ഷിണയുടെ പണമാണ് ഈ ഉപയോഗിച്ചെന്ന് പറഞ്ഞത്. കേരളത്തിൽ മുഴുവൻ വെച്ച ഹോർഡിംഗ് നിങ്ങളൊക്കെ കണ്ടതാണ്. അയ്യപ്പന്റെ ഒരു ഫോട്ടോ കാണെങ്കിൽ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കണം. ഏത് അയ്യപ്പ സംഗമത്തിന്? അയ്യപ്പന്റെ ഫോട്ടോ പോലും ആ ഹോർഡിംഗിൽ കാണാൻ ആരാ ഉള്ളത്? ഈ മുഖ്യമന്ത്രി, പിന്നെ ഒരു മന്ത്രിയും. ഈ 8 കോടി രൂപയാണ് ചെലവഴിച്ചത്. അതൊക്കെ പോട്ടെ,
ഇപ്പൊ ഏറ്റവും ഗൗരവമായ ചർച്ചമായി നടക്കുന്ന ചർച്ചകൾ എന്താണ്? സ്വർണം മാറ്റിയിരിക്കുക. 41 കിലോ സ്വർണം അതിനെന്താ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് കൊടുത്തയച്ച് തിരിച്ചു വന്നപ്പോ 4 കിലോ സ്വർണ്ണമില്ല. ആരത് അടിച്ചു മാറ്റിയത്? ഇവിടെ അയ്യപ്പ വിശ്വാസികൾ ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം അതാണ്. ആര് 4 കിലോ സ്വർണ്ണം അടിച്ചു മാറ്റി? എന്റെ അംശം എന്താ അറിയോ? ആ കാലഘട്ടത്തിലുള്ളത് ഈ പറയുന്ന അമ്പലത്തിന്റെയും പരിസരത്തിന്റെയും സംരക്ഷണ ചുമതല ഈ ADGP അജിത് കുമാറിനാണ്. ഇത് കൊണ്ടുപോയ സമയത്ത് അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ കണ്ടതാണ്. കരിപ്പൂരിലെ സ്വർണം കഴിഞ്ഞപ്പോ പിന്നെ അടിച്ചു മാറ്റാനുള്ള സ്വർണം ഗുരുവായൂരപ്പന്റെയാണ്, അയ്യപ്പന്റേതാണ്. ആ ശബരിമല അയ്യപ്പന്റെ 4 കിലോയിലധികം സ്വർണം അടിച്ചു മാറ്റിയതിനെ കുറിച്ചൊരു വാക്ക് ആ കളവ് നടത്തിയവരെ കണ്ടെടുത്ത് ശിക്ഷിക്കുമെന്ന് പറയാൻ ബാധ്യതപ്പെട്ട മുഖ്യമന്ത്രി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ അയ്യപ്പ സംഗമം നടക്കുമ്പോൾ ഒരു വരി പോലും ഈ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ ഇതാണ് ആകെ തുക പറയാനുള്ളത്. ഇത് കേരളത്തിലെ അയ്യപ്പ ഭക്തരും ഹൈന്ദവ സമുദായവും ഇവിടുത്തെ മുഴുവൻ മാനവരാശിയും ഈ നാടകം, ഈ പൊറാട്ട് നാടകം തിരിച്ചറിയണം. ഇതിന് കേരളം കീഴ്പ്പെട്ടു കൊടുക്കരുത്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇത്തരത്തിൽ നടക്കുന്ന വർഗീയ വിഭജനത്തിനെതിരെ അതിന്റെ മുന്നിൽ നിന്ന് പോരാടണം. അതില് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് ഈ കാപട്യത്തിനെതിരെ നിലനിൽക്കണം, പോരാടണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഗോവിന്ദമാഷെ സംബന്ധിച്ച് ഞാൻ പറയണം, അദ്ദേഹം ഏതൊരു വസ്തുതയാണ് ഈ കാലത്തിന്റെ ഇടക്ക് അദ്ദേഹം അംഗീകരിച്ചിട്ടുള്ളത്? കേരളത്തിലെ 3.5 കോടി ജനങ്ങളത് കണ്ടതാണ്. കസാര AI ആണോ? ഇനിയിപ്പോ നാളെ വെള്ളാപ്പള്ളിയെ തന്നെ AI കൊണ്ട് നിർമ്മിച്ച് നിങ്ങൾ കാറിൽ കയറ്റി ഇരുത്തിയതാ എന്നാണ് പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ കാറിലൊന്നും പോയിട്ടില്ല. ഇങ്ങനെയുണ്ടോ ഒരസംബന്ധം നിങ്ങൾ പറയുന്നത്? അത് നിങ്ങൾ AI ഉണ്ടാക്കിയതല്ലേ എന്ന് നാളെ ഗോവിന്ദമാഷ് പറഞ്ഞാൽ ഒരു അത്ഭുതവും കരുതണ്ട. ഗോവിന്ദമാഷ് കുറെ കാലമായിട്ട് ഇപ്പൊ ഈ AI ആണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് അദ്ദേഹത്തെ പോലും നയിക്കുന്നത്. CPM പൂർണ്ണമായിട്ടും സപ്പോർട്ട് കൊടുക്കാറുണ്ട്. വെള്ളപ്പള്ളി അത് വ്യക്തിപരമായ കാര്യമാണ്. CPI എന്ന് പറയുന്ന പാർട്ടിക്ക് എന്ത് നിലപാടാണ്? അവരെടുത്ത നിലപാട് ഈ അജിത് കുമാറിന്റെ വിഷയത്തിൽ, പോലീസിന്റെ വിഷയത്തിൽ എന്ത് നിലപാട് അവർ സ്വീകരിച്ചത്? അവരെടുത്തൊരു നിലപാട് പൂരം കലക്കിയതിൽ ADGPക്ക് പങ്കുണ്ട്, അജിത് കുമാറിന് പങ്കുണ്ട് എന്ന ഉറച്ച നിലപാടിലായിരുന്നല്ലോ CPI ഉണ്ടായിരുന്നത്. ആ നിലപാടിനോടൊപ്പം ഇപ്പോഴുണ്ടോ? സുജിത്ദാസുമായി ബന്ധപ്പെട്ട കേസിൽ ഞാൻ പറഞ്ഞ കാര്യത്തിൽ അത് അവർ ഉറച്ചു നിന്നിരുന്നല്ലോ. ഇപ്പൊ ആ നിലപാടുണ്ടോ? ഏതിലാണ് ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ പറയുന്ന ഇടതുപക്ഷത്തിൽ അല്ലെങ്കിൽ CPM-ൽ വരുന്ന തെറ്റുകൾ തിരുത്താനുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്? അപ്പൊ CPI പറയുന്നത് അതൊരു പറച്ചിലിനപ്പുറം അത് നടപ്പാക്കേണ്ട ഒരു നിലപാടായിട്ട് CPIക്ക് അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ തന്നെയാണ് CPI ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ല, പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകള് അതിന്റെ വ്യക്തതയൊക്കെ വളരെ കൃത്യമായി വന്നിട്ടുള്ളതാണ്. പ്രതിപക്ഷത്തിലപ്പുറം എന്താ പറയാ? അവിടെ പോയി സമരം ചെയ്യാൻ പറ്റുമോ? പ്രതിപക്ഷത്തിന് പറഞ്ഞ ആളുകളെ ബോധ്യപ്പെടുത്താൻ ഈ അയ്യപ്പ സംഗമത്തിന്റെ പിന്നാമ്പുറത്തുള്ള ദുരുദ്ദേശങ്ങള് വളരെ കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവ് പല ഘട്ടങ്ങളിലായി ഇന്നലെ ഒക്കെ പറഞ്ഞതാണ്. ഇതൊരു ഗവൺമെന്റ് ഒരു കോടതിയിൽ പോയി ഒരു ഉത്തരവ് വാങ്ങി അവരുടെ തന്നെ ഈ പറയുന്ന ദേവസ്വത്തിന്റെ തന്നെ പണം ചെലവഴിച്ച് കോടികൾ മുടക്കി നടത്തുന്ന ഇതൊരു നാടകമാണ് എന്ന് പറയുന്നതിലപ്പുറം സുപ്രീം കോടതിയിൽ പോയി ഒരു ഓർഡർ വാങ്ങി വന്നിട്ട് അവിടെ പോയിട്ട് പ്രതിപക്ഷത്തിന് സമരം ചെയ്യാനൊന്നും കഴിയില്ല. പക്ഷെ ഇത് ജനങ്ങളിലേക്ക് ഇനിയും എത്തിക്കേണ്ടതുണ്ട്. ഈ ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം അത് പരിപൂർണമായിട്ടും വർഗീയമാണ്, നമുക്കറിയാം. ആ വർഗീയതയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തെയും കൊണ്ടുപോകുന്ന ഈ ഘട്ടത്തില് പ്രതിപക്ഷത്തെ ശിഥിലീകരിക്കാൻ